പശ്ചിമേഷ്യൻ സംഘർഷം 4-ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു ഇറാൻ. കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ കത്തിച്ചു കളയുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില കുതിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ആരാംകോ റിഫൈനറി ആക്രമിച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ റഡാർ സംവിധാനം തകർത്തെന്ന് അവകാശപ്പെട്ട് ഇതിനിടയിൽ ഇസ്രയേൽ രംഗത്തു വന്നു. മിസൈൽ വർഷത്തിലാണ് പ്രതിരോധ സംവിധാനം തകർന്നത്. അതേസമയം സമാധാന ചർച്ചകൾ ഉടൻ നടപ്പാക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. നതാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. വിനോദ് ചേരുന്നു. വിനോദ്, 4-ാം ദിവസമാണ് പശ്ചിമേഷ്യൻ സംഘർഷം. ആദ്യം യുദ്ധത്തിൽ നേരിട്ടിടപെടുന്ന രാജ്യങ്ങളെ മാത്രം ബാധിക്കുമെന്ന് കരുതിയെങ്കിൽ ഇപ്പോൾ എല്ലാ ലോകരാജ്യങ്ങളെയും ഇതിൻ്റെ കെടുതികൾ ഒരേ തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? സമാധാന ശ്രമങ്ങൾ, ചൈനയുടെ ആവശ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അത്തരം നീക്കങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഇത് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത് ഇറാന്റെ പുതിയ പ്രതിരോധ മന്ത്രി മാജിദ് ഇബ്നു അൽ റാസ കൊല്ലപ്പെട്ടു എന്നാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ചുമതലയേറ്റത്. നേരത്തെ ഇറാനിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ ഇറാന്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഖമേനി ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ചുമതല ഏറ്റെടുത്ത ആളാണ് റാസയും ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നു. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക നടപടി അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്നു എന്ന വിവരം തന്നെയാണ്. ഇതിനിടെയാണ് അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസി പാരീസിൽ യോഗം ചേരുന്നു എന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. നതാൻസ് ആണവ കേന്ദ്രം, അത് ഇറാനിൻ്റെ പരീക്ഷണ കേന്ദ്രമാണ്. അവിടെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി എന്ന കാര്യത്തിന് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം അവിടെ നടന്നിരുന്നു. അതിന് ഇറാൻ നൽകിയിരുന്ന വിശദീകരണം അവരുടെ ആണവ ഊർജ്ജം അങ്ങനെ എടുക്കുന്നത് അവിടുത്തെ വ്യവസായ ആവശ്യങ്ങൾക്കും അവരുടെ ഈ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്, വാണിജ്യാടിസ്ഥാനത്തിൽ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊരു വിശദീകരണമൊക്കെയാണ് വന്നത്. പക്ഷേ അത് US-ഓ ഇസ്രായേലോ മുഖവിലേക്കെടുത്തില്ല. മാത്രമല്ല, ഇറാൻ ആണവശക്തിയായി മാറുന്നുവെന്ന കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന വാദം കൂടി അവർ ഉയർത്തിയിരുന്നു. തുടർന്നാണ് ഈ ചർച്ചയിലേക്ക് പോയത്. പക്ഷേ ഈ മധ്യസ്ഥനെ ഉൾപ്പെടുത്തിയുള്ള ചർച്ചയിൽ പോലും തീരുമാനമാകാത്തതോടെ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് പോവുകയായിരുന്നു.